ഇത് ഞാൻ കടന്നു കഴിഞ്ഞു കഴിഞ്ഞാലും ഏകദേശം നമ്മുടെ കാല് കഴിഞ്ഞിട്ട് ഒരു അര അടിയും കൂടി കൂടുതലുണ്ട്. അപ്പൊ വുഡ് പെക്കറാറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊന്ന് ചെയ്യണത് ഒരു സപ്രപഞ്ചക്കട്ടിലാണ്. നമ്മുടെ ഡൈനിങ് ടേബിളിന്റെ വീഡിയോ 2 മില്യൺ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരുപാട് സന്തോഷം. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. നമ്മളൊന്ന് ചെയ്യണത് 6 അടി നീളം 6.25 അടി 6 അടി വീതിയും 6.25 അടി നീളമുള്ള ഒരു കിങ് സൈസ് സപ്രപഞ്ചക്കട്ടിലാണ്. മേൽക്കൂരിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കട്ടിലാണ്. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ സപ്രപഞ്ചക്കട്ടില്. 6.25 അടി നീളം, 6.25 അടി അല്ല, ടോട്ടൽ ഒരു 7 അടീന്റെ അടുത്ത് നീളം വരുന്നുണ്ട്. 6.25 അടി നമ്മളെ ബെഡിന്റെ സ്പേസ് മാത്രമുണ്ട്. പിന്നെ 6 അടി ടോട്ടൽ വീതി ഉണ്ട്. ടോട്ടൽ 6.25 അടി വീതി ഉണ്ട്. നമ്മുടെ ബെഡ് മാത്രം 6 അടി, അതായത് ബെഡ് ഇടാനുള്ള ഗ്യാപ്പ് മാത്രം 6 അടി ഉണ്ടാവും. നമ്മളിത് തേക്കിന്റെ അടിയിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ കുറച്ച് കടഞ്ഞ മോഡലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഒരു ട്രഡീഷണൽ ലുക്കിലാണ് ചെയ്തിട്ടുള്ളത്. കസ്റ്റമേഴ്സ് ഇത് ചെയ്ത് കൊടുത്താണ്. അവർ നമുക്ക് അതിന്റെ ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ ചെയ്തു കൊടുത്തിട്ടുള്ളതാണ്. നമ്മുടെ എന്താ പറയാ, സപ്രപഞ്ചക്കട്ടിൽ റേറ്റ് വരുന്നത് ഏകദേശം ഒരു 40,000 രൂപ മുതൽ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ ഡിസൈൻ അനുസരിച്ചിട്ടാണ് റേറ്റും കാര്യങ്ങളൊക്കെ വരിക. പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാവും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ റേറ്റും കാര്യങ്ങളൊക്കെ പറയല്. കാരണം ഇപ്പോൾ ഒരു 3 അടി വണ്ണുള്ള മരത്തിൽ ചെയ്ത് കൊടുക്കാറുണ്ട്, 4 അടി വണ്ണുള്ള മരത്തിൽ ചെയ്ത് കൊടുക്കാറുണ്ട്. ഒരു 50-50 കാതലിൽ, അതായത് വെള്ള ഒരു 50% വെള്ള 50% കാതലായിട്ട് ചെയ്ത് കൊടുക്കലുണ്ട്. 80% ചെയ്ത് കൊടുക്കലുണ്ട്. 100% കാതലായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കലുണ്ട്. ഒക്കത്തിനും ഓരോ റേറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ ചെയ്തു തരുന്നതാണ്. അപ്പോൾ റേറ്റും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ നമ്മളിതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മളിത് കൊണ്ടുപോകാൻ പോണത് തിരുവനന്തപുരത്തേക്കാണ്. തിരുവനന്തപുരത്ത് ബാലരാമപുരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മീറ്റ് ടു മീ മെഡിറ്റേഷൻ സെന്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെന്ററിലേക്കാണ് നമ്മളിത് കൊണ്ടുപോകാൻ പോണത്. ഒരു സോഫ കമ്പട്ടും പിന്നെ 2 നെയിം ബോർഡും ഉണ്ട്. അത് നമ്മൾ നമ്മുടെ തിരുവനന്തപുരം ബാലരാമപുരത്ത് മീറ്റ് ടു മീ മെഡിറ്റേഷൻ സെന്ററിൽ വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പൊ നമ്മൾ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. ബാലരാമപുരത്താണ് ലൊക്കേഷൻ വരുന്നത്. മീറ്റ് ടു മീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെഡിറ്റേഷൻ സെന്റർ ആണ് ഇവിടെ. അപ്പൊ ഇവിടേക്കാണ് നമ്മുടെ സപ്രപഞ്ചക്കട്ടിലും അതേപോലെ തന്നെ നമ്മുടെ സോഫ കമ്പട്ടും കൊണ്ടുവന്നിട്ടുള്ളത്. സോഫ കമ്പട്ട് ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ സോഫ കമ്പട്ട്. കുറച്ച് ട്രഡീഷണൽ ലുക്കിലാണ് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുള്ളത്. കട്ടിന്റെ ആ ഒരു ഡിസൈൻ വന്നോട്ടെ എന്ന് എഴുതിയിട്ട് നമ്മളിതിന്റെ കുറച്ച് ക്രാസിങ് കാര്യങ്ങളൊക്കെ ഇട്ട് കുറച്ച് കൊത്തുപണി കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒരുപാട് വീഡിയോകൾ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു, കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. കൂട്ടത്തിൽ കാണിക്കാൻ തന്നെ ഉള്ളൂ കേട്ടോ. ഒരു ബ്ലൂ കളറിലാണ് നമ്മൾ ഇതിന്റെ കുഷൻ ചെയ്തിട്ടുള്ളത്. പിന്നെ അടിയിൽ നിന്ന് വലിച്ച് നമ്മൾ പുറത്തേക്ക് എടുക്കുന്ന ബോക്സും കാര്യങ്ങളൊക്കെ പ്ലൈവുഡ് ആണ്. ഒരുപാട് പേര് നമ്മളോട് ഇത് മരത്തിലാക്കി കൂടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ബോക്സ് അത്ര വീതിയുള്ളതായതുകൊണ്ട് നമുക്കത് മരത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഓരോ പീസ് ജോയിന്റ് ആക്കിയിട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ ചിലപ്പോൾ അത് ഭാവിയിൽ കംപ്ലൈന്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇത് നമ്മൾ 5 വർഷം ഗ്യാരണ്ടി കിട്ടുന്ന പ്ലൈവുഡിലാണ് ചെയ്തിട്ടുള്ളത്. 18 mm ഷീറ്റാണ് കേട്ടോ. ഇവിടെ പിടിച്ചിട്ട് വലിക്കുക, എന്നിട്ട് ഫസ്റ്റത്തെ ബോക്സ് തുറക്കുക, രണ്ടാമത്തെ തുറക്കുക. ഇനി ഫസ്റ്റ് ഈ സിറ്റിങ്ങിലുള്ള ബെഡ് എടുത്തിട്ട് ലാസ്റ്റിലേക്ക് വെക്കുക, ഇവിടത്തേക്ക് വെക്കുക. ഇത് എടുത്തിട്ട് ഒന്ന് മറിച്ചു കൊടുത്താൽ മതി കേട്ടോ, പൊക്കണ്ട. ഉപ്പാക്കി വെച്ചിട്ട് 2 എണ്ണം കൂടി കൂട്ടിയിട്ട് ഒന്ന് പൊന്തിച്ചു കൊടുക്കുക. എന്നിട്ട് 2 എണ്ണം ഒരുമിച്ച് അമർത്തി കൊടുക്കുക. നമ്മുടെ വീഡിയോയിലൊക്കെ ഉള്ള മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് പേർക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഡൗട്ടാണ്. ഇവിടെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ ഇവിടെ താന്നു പോകുക അല്ലെങ്കിൽ കംപ്ലൈന്റ് ആകുക എന്നുള്ളതൊക്കെ ഒരുപാട് ഡൗട്ട് ഉണ്ടായിരുന്നു. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ എങ്ങനെയാണ് ഒരു കട്ടിൽ ഉപയോഗിക്കുന്നത് വെച്ചാൽ അതേപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നീളത്തിന്റെ കാര്യം ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരാൾക്ക് കിടക്കാനുള്ള നീളം ഉണ്ടാവും എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 6.25 അടിയാണ് സാധാരണ ഒരു ബെഡ് വരിക. ആ 6.25 അടി നമുക്ക് ഇതിലൂടെ ഞാൻ കിടന്ന് കാണിച്ചു തരാം. ഞാൻ കടന്നു കഴിഞ്ഞു കഴിഞ്ഞാലും ഏകദേശം നമ്മുടെ കാല് കഴിഞ്ഞിട്ട് ഒരു അര അടിയും കൂടി കൂടുതലുണ്ട്. ഇങ്ങനെയാണ് വരിക. പിന്നെ ഒരു 3 പേർക്ക് കംഫർട്ടായിട്ട് കിടക്കാൻ പറ്റും. ക്യൂൺ സൈസ് ബെഡ് ആയിട്ടാണ് വരിക. നമ്മൾ ചെയ്യണ ഏറ്റവും വലിയ ബെഡ് വരുന്നത്, അതായത് ഏറ്റവും വലിയ സോഫ കമ്പട്ട് വരുന്നത് 5 അടി തന്നെയാണ്. 5 അടി
ബെഡാണ് വീതി ഉണ്ടാവുക. പിന്നെ ഹാൻഡ് റെസ്റ്റ് അടക്കം ടോട്ടൽ 5.5 അടി വീതി ഉണ്ടാവും. നീളം നൂർത്തി ഇടുമ്പോൾ നമുക്ക് ടോട്ടലി എൻഡ് ടു എൻഡ് ഒരു 6.5 ഉണ്ടാവും. 6.5 അടി ഉണ്ടാവും. ബെഡ് മാത്രം 6.25 അടി ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരുപാട് പേർക്കുള്ള ഒരു ഡൗട്ട് ആയിരുന്നു ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കംപ്ലൈന്റ് ആവും എന്നുള്ളതൊക്കെ. അപ്പോൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാലും ഒന്നും കംപ്ലൈന്റ് ആവില്ല. ഇതിന്റെ അടിയിലൊക്കെ നമ്മൾ വീൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഈ ഒരു സ്ലൈഡറിനാണ് എല്ലാവരും കംപ്ലൈന്റ് ആവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ സ്ലൈഡറിന് സപ്പോർട്ട് കൊടുത്തിട്ടാണ് നമ്മൾ അടിയിൽ വീൽ വെച്ചിട്ടുള്ളത്. ഈ സ്ലൈഡറിൽ വെയിറ്റും കാര്യങ്ങളും വരികയാണെന്നുണ്ടെങ്കിൽ മാത്രമേ സ്ലൈഡർ കംപ്ലൈന്റ് ആവുള്ളൂ. അപ്പോൾ ഇതിന് വെയിറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല. നമുക്ക് നേരെ കട്ടിൽ കാണാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ കാണുന്ന നമ്മുടെ ഫേസ്ബുക്ക് പേജ് ലാൽ നിലമ്പൂരുകാരിലാണെന്നുണ്ടെങ്കിൽ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കണേ. നിങ്ങൾ കാണുന്ന നമ്മുടെ യൂട്യൂബ് ചാനലായ വുഡ്പെക്കർ ആർട്ടിലാണെന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത അടിപൊളി നല്ലൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.